നീ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും അല്ലടി? നീ ശരി എവിടുന്ന് കിട്ടിയാലും നിനക്ക് ഈ ധൈര്യം? ആങ്ങളമാരെ കണ്ടിട്ടാണെങ്കിൽ വേണ്ടട്ടോ. ഇന്ദ്രനെയും ബ്രഹ്മനെയും വകവയ്ക്കുന്നവനല്ല ഞാൻ. പിന്നെയല്ലേ അവളുടെ ഒരു ജഗന്നാഥനും രഘുനാഥനും. ബാക്കേ നിനക്ക് തൃശ്ശൂർ ചെന്നിട്ട് എന്താടി നിന്റെ നാക്കങ്ങ് പാതാളത്തിലേക്ക് താഴ്ന്നുപോയോ? ഞാൻ തന്നെ പാതാളത്തിലേക്ക് താഴ്ന്നു പോണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതാ. നീ അങ്ങനെ പറയുന്ന എനിക്കറിയാം. എന്റെ ഭാര്യയായി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നിന്റെ മനസ്സ് മുഴുവൻ മറ്റവനാ. പരേതനായ ശിവരാമൻ, കാര്യസ്ഥ പുത്താൻ. എന്തിനാ മരിച്ചുപോയി പറയുന്നത്? എന്നാ ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയടി. എവിടെ അവൻ സമ്മാനിച്ച സന്തതി? നന്ദന ഇവിടെ കണ്ടില്ലല്ലോ. വടക്കേ വീട്ടിലെ ചെറിയമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവിടേക്ക് പോയതാ. അവള് വടക്കോട്ടല്ല തെക്കോട്ടാ പോണ്ടത്. അവിടെ ചെന്നിരുന്ന ആരോടൊക്കെ ഫോണിന് സൽപ്പിക്കാൻ പോയതായിരിക്കും. നന്ദന ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്നാ കൊണ്ടുപോയി കൊടുക്കടി. അവളുടെ വളയമില്ലാത്ത ചടങ്ങുകൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നവളല്ലേ നീ. നിനക്ക് അവളായിരിക്കും വലുത്. എനിക്ക് പക്ഷേ എന്റെ മക്കളാ വലുത്. എന്റെ ചെക്കന്മാർക്ക് വേണ്ടിയാ ഞാൻ ഓരോന്ന് സ്വരുക്കൂട്ടാൻ നോക്കുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കാണോ നീ? അശ്വിനും ആദിത്യനും വേണ്ടിയാണെങ്കിൽ എന്തൊരു ഭാഷാപ്രയോഗവും വേണ്ട. ആണ് എനിക്ക് അവരെ ഉള്ളു മക്കളായിട്ട്. ആദ്യത്തെ വകയിലോ വേറെ സന്താനങ്ങളൊന്നുമില്ല. ബാക്കി പറ. അശ്വിനും ആദിത്യനും വേണ്ടി പ്രതാപൻ ഇനി ഒന്നും സമ്പാദിക്കണമെന്നില്ല. അവരുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ മുതൽ പിടിച്ചെടുക്കണമെന്നില്ല. നാളെ അതുകൊണ്ട് ദോഷമുണ്ടാവും എന്റെ കുട്ടികൾക്ക്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ആൺകുട്ടികളാ രണ്ടുപേരും. ആ കാലുകളെ ബലപ്പെടുത്തേണ്ടത് അച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാ. പ്രതാപേട്ടന് എത്ര വാദിച്ചാലും ഇല്ലാത്ത വിൽപത്രം ഉണ്ടെന്ന് ഞാൻ പറയില്ല. കൊല്ലേ, തല്ലി കൊല്ലെന്നെ. എന്നാലും ഞാൻ പറയില്ല. പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും ഇല്ല. പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഇവിടെ കാത്തുകിട്ടി കിടക്കുന്നില്ല. ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് തന്നെ വിദ്യയോടും വിദ്യയുടെ അമ്മയോടുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടാ. നാളെ തൃശ്ശൂർക്ക് പോകാനാണോ പ്രതാപേട്ടാ? പോകുന്നത് നാളെയോ ഇന്നോ എന്നുള്ളതല്ല പ്രശ്നം. വിൽപത്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അതായത് എന്റെ കയ്യില് വിദ്യയുടെ അമ്മ ഏൽപ്പിച്ച വിൽപത്രത്തിന്റെ കാര്യത്തില്. തീരുമാനം ഞാൻ പറയാം. ആ വിൽപത്രത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ഇവിടത്തെ വസ്തുവകകൾ ഷെയർ ചെയ്യണം. അത് നടക്കില്ല പ്രതാപ. That's impossible. കാരണം ആ വിൽപത്രത്തിലെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അലിയന്മാർക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും. കാരണം നിയമത്തിന് ആ വിൽപത്രത്തിൽ വിശ്വാസമുണ്ട്. അതെങ്ങനെ? അതങ്ങനെ വല്യേട്ടനെ രഘുവേട്ടനും ചോദിച്ചതേ ഇവരറിയാതെ അങ്ങനെ ഒരു വിൽപത്രം പ്രതാപേട്ടന്റെ കയ്യിൽ എങ്ങനെ വന്നുന്നാ. അമ്മ ഇവരുടെ ആണല്ലോ. ഇതെന്നോടല്ല, നിങ്ങളുടെ അമ്മയോട് ചോദിക്കണമായിരുന്നു. തെക്കേ പറമ്പിൽ ചിതയുണ്ടല്ലോ, അവിടെ ചെന്ന് ചോദിക്ക് എന്താ സംഭവിച്ചെന്ന്. പിന്നെ കള്ളമാണോ? ആ മക്കളാന്ന് പറഞ്ഞേ തെക്ക് വടക്ക് നടന്നാ പോരാ. പെറ്റ തള്ളയുടെ വിശ്വാസം കുറച്ചെങ്കിലും നേടിയെടുക്കണമായിരുന്നു. ചത്ത് കിടന്നപ്പോ കാവോന്ന് അലമുറിട്ടതല്ലാതെ ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നു ആ തള്ളയോട്. ഞാനേ അമ്മയെ പൊന്നുപോലെയാ നോക്കിയത്. പൊന്ന് മുക്കുവണ്ടം പോലെന്ന് പറ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ കണക്കൊന്നും പ്രതാപനെ കൺവിൻസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. മരുമോന് സ്നേഹം കവിഞ്ഞൊഴുകിയിട്ടാണല്ലോ അമ്മ മരിച്ചോടൻ കള്ള വിൽപത്രം കൊണ്ട് വന്നത്. അളിയന്മാരും പ്രതിഭയും അധികം മൂപ്പിക്കണ്ട. നിങ്ങൾ സമ്പാദിച്ച മുതലല്ല, അമ്മ വിദ്യയ്ക്ക് വേണ്ടി നീക്കി വെച്ചതാണെങ്കിൽ
ഞാനത് അവൾക്ക് നേടിക്കൊടുത്തിരിക്കും. അതിന് വിദ്യയെടുത്ത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അവൾക്ക് വട്ട. ഇനി വിദ്യക്ക് വേണ്ടെങ്കിൽ അവളുടെ മക്കൾക്ക്, അതായത് എന്റെ മക്കൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ എത്ര കിടന്ന് തുള്ളിയാലും വിൽപത്രം പ്രമാണമാക്കി സ്വത്ത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന ആർക്കാണോ ആ പേരിലേക്ക് മാറ്റും. അതാണ് എന്റെ ഫൈനൽ ഡിസിഷൻ. സ്വീകരിക്കാനാണ് ഈ ഷീറ്റ് കുടഞ്ഞു വിരിക്കുന്നത്. ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാ പ്രതാപേട്ട ഈ പറയുന്നത്? കുന്താം, നിങ്ങൾക്ക് ഇന്ന് എന്ത് പറ്റി? എന്റെ ആംഗ്ലമാർ അപ്പുറത്തുണ്ടെന്നെങ്കിലും ഓർക്കണ്ടേ? നിന്റെ ഒരു ആംഗ്ലമാര് എവിടെ ബാഗ്? എന്റെ മതി ഇവിടുത്തെ താമസം. നമ്മള് പോവുക. എങ്ങോട്ട്? കാലപുരിയിലേക്ക്, തൃശ്ശൂർക്ക് പോവുക നമ്മള്. നീ വേഗം റെഡിയാവും. ഇങ്ങോട്ട് മാറിക്കടേ. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? നമ്മൾ ഇപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് പോവാന്ന്. എന്താ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? എന്നാലേ വേറെ ഭാഷയിൽ പറയാം. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിന് പുല്ലുവില. എന്നിട്ടേ പെങ്ങളും ആങ്ങളമാരും ചേർന്നിട്ടേ ഒരുമാതിരി അഭ്യാസം. പ്രതാപം പൊട്ടനാണെന്ന് വിചാരിച്ചോടി നീ. ഇപ്പൊ ഇറങ്ങണം നമ്മൾ പറഞ്ഞ്. എടുക്കണ നിന്റെ ഡ്രസ്സെല്ലാം. വേണ്ട, നീ എടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം. പറയുന്നൊന്ന് കേക്ക്. ഈ രാത്രിയിൽ യാത്ര വേണ്ട. നേരം വെളുക്കുന്നത് വരെ ഇവിടെ നിന്നാലേ വല്ലതൊക്കെ സംഭവിക്കും. ഞാനേ നിന്റെ ഈ കോലോത്തിന് ചീടും. വാടിക്കോട്ട്. എന്താ അമ്മേ? അമ്മ എന്ത് പറ്റി? ഇപ്പൊ തന്നെ തൃശ്ശൂർക്ക് പോണോന്ന്. അമ്മ പോയാൽ എങ്ങനെയാ? എന്താ പോയത്? ഇവിടെ നിന്റെ അമ്മേരെ സ്വയംവരം നടത്താൻ പ്ലാൻ ഉണ്ടാ? മുത്തശ്ശി മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. സഞ്ജയനം വരെ അമ്മ ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? സഞ്ജയനം വരെ ഞങ്ങൾ ഇവിടെ നിന്നാലേ ഈ വീട്ടിൽ മറ്റു പലരുടെയും പൊലകുളി നടത്തേണ്ടി വരും. ദൈവത്തെ ഓർത്ത് ഇതെങ്കിലും ഒന്ന് കേക്ക്. സഞ്ജയനം കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക്. പറ്റില്ല, ഇപ്പൊ ഇറങ്ങണ അവിടെ നിന്ന്. എന്നാ അമ്മ ഇവിടെ നിന്നോട്ടെ. ശരിയാ, നിർബന്ധമാണെങ്കിൽ പ്രതാപേട്ടൻ പോയിട്ട് വാ. മോള് പ്രമേയം അവതരിപ്പിക്കുന്നു, അമ്മ അതിനെ പിന്താങ്ങുന്നു. കൊള്ളാം, ബുദ്ധി അസലായിരുന്നു. എന്നെ ഒഴിവാക്കിയിട്ട് ഇവിടെ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് അടവ് നയങ്ങൾ രൂപീകരിക്കണോ? വിചാരിച്ചതിനും അപ്പുറമാണല്ലോടി നീ. ചുമ്മാതല്ല വസുന്ധരമായി വീണത്. പക്ഷേ ഇതേ ആള് വേറെയാ. ഇലഞ്ഞിക്കൽ കോവിലകത്തെ പ്രതാപവർമ്മയാ. എന്റെ അച്ഛനെ കാര്യസ്ഥനല്ല, അനേകം കാര്യസ്ഥന്മാരെ ഭരിച്ച രാജരക്തമാ, രാജരക്തം. അതുകൊണ്ട് നന്ദനമോളുടെ പദ്ധതി ഇവിടെ വർക്കൗട്ട് ആകത്തില്ല. ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റുമോ നിനക്ക്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശിയുടെ സ്വത്തിന്റെ പേരിലാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം. ആ കാരണം കൊണ്ട് മരണത്തിന്റെ പിറ്റേന്ന് തന്നെ കലിതുള്ളി വീട് വിട്ടു പോകുന്നത് നാണക്കേടാ. മുത്തശ്ശിയുടെ മൂത്ത മോളല്ലേ അമ്മ. അതെന്റെ തെറ്റല്ല. നീ വരുന്നിട്ടോടി. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു. എന്താ മേഡത്തിന്റെ അനുമതി വേണോ? ഒരു കാര്യം കൂടി പറയാനാ. നേട്ടങ്ങൾ മുന്നിൽ കണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അതിന് കാരണം മുത്തശ്ശിയുടെ സ്വത്തും. എന്തായാലും ഇത്രയായി. ആ മുതലെ കണ്ട് ആരും മഞ്ഞു കൊള്ളണ്ട. അത് എഴുതി തന്നിരിക്കുന്ന എന്റെ പേർക്കാ, മറ്റാർക്കും കിട്ടാൻ പോകുന്നില്ല. നീ ആ സ്വപ്നം കണ്ടോണ്ടേ ചെന്ന് മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അത് ചെയ്തിരിക്കും ഞാൻ. പിടിക്കണേ ഇത്. പ്രതാപേട്ട നടക്കണേ അങ്ങോട്ട്, പാടിക്ക അങ്ങോട്ട്. അമ്മേ, 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 അനങ്ങി പോകരുത് അവിടുന്ന്. ചവിട്ട് കിട്ടുന്നതേ നിന്റെ അമ്മയ്ക്കായിരിക്കും. പൊടിയാത്തത്. വാങ്ങോട്ട്, വാടി.
സുജിത്തെ വണ്ടി എടുക്കടാ. കേറി അങ്ങോട്ട്. ഈ എന്താണ് നോക്കിയിരിക്കുന്നത്? കേറാനല്ലേ പറഞ്ഞത്? മാഡം, വീടെത്തി. ഇത്രയും ദൂരം ടാക്സി വിളിച്ച് വന്നത് എന്തിനാ നന്ദനെ? ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഇവിടെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന നന്ദന പറയുന്നത്? മരണം, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ മനസ്സിലുള്ള എല്ലാ പരിഭവങ്ങളും മാറ്റിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. അല്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ? കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞോ? 16-ന്റെ അന്നും പിന്നെ 41-ാം ദിവസവും എന്തോ ചടങ്ങുണ്ട്. പണ്ടൊക്കെ 16-നും 41-നും വലിയ സദ്യ നടത്തുമായിരുന്നു. കേട്ടിട്ടില്ലേ 16 അടിയന്തരമെന്ന്? ഇപ്പോഴൊന്നും ആ പതിവില്ല. ഒരു കണക്കിന് ഇങ്ങനെ ഒറ്റ കിടപ്പ് കിടന്ന് നരയിപ്പിക്കാതെ ഈശ്വരൻ വിദ്യയുടെ അമ്മയങ്ങ് വിളിച്ചല്ലോ. അത് തന്നെ ആശ്വാസം. മുത്തശ്ശി പോയത് നന്ദനിക്കും വലിയ വിഷമമായല്ലേ? എന്നാലും അവസാനമായിട്ട് ജീവനോടെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞല്ലോ നന്ദനിക്ക്. ഒരിറ്റ് വെള്ളം കൊടുക്കാനും പറ്റി. അത്രയും സമാധാനമായില്ലേ? മോളെയും കൊച്ചുമോളെയും കണ്ട ആശ്വാസത്തോടെയായിരിക്കും പാവം കണ്ണടച്ചത്. ആദ്യ അച്ഛൻ, പിന്നെ സേതു കുഞ്ഞമ്മ, ഇപ്പൊ മുത്തശ്ശി. വേണ്ടപ്പെട്ടവരെല്ലാം കടന്നു പോവാ. എനിക്ക് വേണ്ടവര് മാത്രമായിരുന്നില്ല, എന്നെയും വേണമെന്ന് വിചാരിച്ചിരുന്നവര്. അങ്ങനെ എല്ലാവരും പോയിട്ട് ഒറ്റപ്പെട്ടു എന്നുള്ള വിചാരമൊന്നും വേണ്ട. ഇനിയും ചിലരൊക്കെ ഉണ്ടെന്ന് കരുതാം നന്ദനിക്ക്. ഒന്നും അറ്റുപോയിട്ടില്ല. മനസ്സ് വെക്കുകയാണെങ്കിൽ അറ്റുപോവില്ല. ചെന്ന് തല തണുക്കി ഒന്ന് കുളിച്ചിട്ട് വാ. ചെല്ലേ. വല്യേട്ടന് ആലോചിച്ചിട്ടെന്തെങ്കിലും പോംവഴി തോന്നിയോ? വല്ലാത്തൊരു ഊരാ കുടുക്കിലാണ് നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നത്. പ്രതാപൻ ഇത്രയും വലിയൊരു കുറുക്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വിദ്യേച്ചിയാണ് അതിന്റെ ടെൻഷൻ മുഴുവൻ അനുഭവിക്കുന്നത്. പെങ്ങളോടുള്ള സഹതാപമൊക്കെ പിന്നെ പ്രകടിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ കാര്യം സംസാരിക്ക്. ഇവളൊരു അഭിപ്രായം പറഞ്ഞു വല്യേട്ടാ. കേട്ടിട്ട് വർക്കൗട്ട് ആവുന്ന തോന്നുന്നത്. പറയേ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പ്രതിഭ തന്നെ പറ. അമ്മയുടെ സ്വത്തിന്റെ കാര്യം നേരിട്ട് രണ്ടുപേരുമായി ചർച്ച ചെയ്യണം. അതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നു. ആരാ രണ്ടുപേർ? വിദ്യേടത്തെയും നന്ദനയും. വിദ്യേടത്തിയുടെ പേരിൽ അമ്മ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പ്രതാപേട്ടൻ പറയുന്ന സ്വത്ത്
നമുക്ക് തിരികെ എഴുതി തരണം. വിദ്യയെടുത്തി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതാപൻ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതല്ലേ നമ്മുടെ പ്രശ്നം. തൽക്കാലം പ്രതാപേട്ടൻ അറിയരുത്, അതായത് അറിയിക്കരുത്. വിദ്യേട്ടത്തിയെ ആ റൂട്ടിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആങ്ങളമാര് പറഞ്ഞാ ഏട്ടത്തി കേൾക്കാതിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങോട്ടില്ലെങ്കിലും അവർക്ക് നിങ്ങളോട് കുറച്ചൊക്കെ മനസ്സലിവുണ്ട്. അതെന്താ പ്രതിഭേ, കൊള്ളിച്ചൊരു വർത്തമാനം? അതൊന്നും അല്ലല്ലോ വലിയേട്ടാ ഇപ്പോഴത്തെ വിഷയം. പ്രതാപേട്ടൻ പറയുന്നത് പോലെ വിദ്യേട്ടത്തിയുടെ പേരിൽ അമ്മ ഒപ്പിട്ട വിൽപത്രം നിയമാനുസൃതമാണെങ്കിൽ വേറൊരു പോയിന്റ് ഉണ്ട്. എന്നുവെച്ചാ ഒരു സാധ്യത, അതി പറയുന്ന സ്വത്ത് നാളെ നന്ദനയ്ക്ക് ചെന്ന് ചേരണം എന്നൊന്നുമില്ല. എന്നാലും വിദ്യ അത് കൊടുക്കാതിരിക്കുവോ? വിദ്യേട്ടത്തിക്ക് നന്ദന മാത്രമല്ല ഉള്ളത്, മക്കളായിട്ട് അശ്വിനും ആദിത്യനും ഉണ്ട്. അവരും ഇവിടുത്തെ അമ്മയുടെ കൊച്ചുമക്കള് തന്നെയാ. സ്വത്ത് അശ്വിനും ആദിത്യനും കൊടുക്കണമെന്ന് പ്രതാപേട്ടൻ കൽപ്പിച്ചാലോ? അതായിരിക്കും പുള്ളിയുടെ ഉള്ളിലിരിപ്പ്. വിദ്യേട്ടത്തി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നന്ദനയ്ക്ക് നഷ്ടം വരുന്നില്ലല്ലോ. സേതുലക്ഷ്മി എഴുതി വെച്ചിരിക്കുന്ന 1.5 ഏക്കർ സ്ഥലവും ഫിക്സഡ് ഡെപ്പോസിറ്റ് 70 ലക്ഷം രൂപയും എല്ലാം നന്ദനയ്ക്ക് കിട്ടുമല്ലോ. ശരിയല്ലേ? ഒരു നയാ പൈസ ആർക്കും വേണ്ട, ഒരു നുള്ളു ഭൂമിയും വേണ്ട. പകരം അമ്മയുടെ പേരിലുള്ള ഈ പറഞ്ഞ ബാക്കി മുഴുവൻ സ്വത്തും നമുക്ക് കിട്ടണം. അതാണ് അതിന്റെ ന്യായം. ന്യായമല്ല, അവകാശമാണ്. വല്യേട്ടൻ എന്തു പറയുന്നു? നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ചോദിച്ചു നോക്കാമെന്നല്ല, ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിക്കണം. ഇപ്പൊ മറച്ചു വെച്ചാലും പ്രതാപേട്ടൻ പിന്നെ അറിയുമ്പോ ഒരു പ്രശ്നമാവില്ലേ? കിട്ടാനുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടിയാ പിന്നെ എന്തായാലും എന്ത് രഘുവേട്ടാ? അല്ലെങ്കിലും ആർക്ക് പ്രശ്നമാവുന്നാ? വിദ്യാർത്ഥിക്കല്ലേ, അതവർ നോക്കിക്കോളൂ. കൂടെ നന്ദനയുണ്ടല്ലോ. ദേ, നമുക്ക് നമ്മുടെ കാര്യം വലുത് അല്ലേ വലിയേട്ടാ? വിദ്യാഭാരതിയോടും നന്ദനയോടും സംസാരിക്കാമെന്ന് തോന്നുന്നു. എങ്കിൽ അങ്ങനെ തന്നെ നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. അമ്മയുടെ സ്വത്ത് പ്രതാപം കൊണ്ടുപോകാതിരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ. അതെന്താ? അമ്മയുടെ ഒറിജിനൽ വിൽപത്രം കണ്ടെത്തുക. അത് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യരുടെ കൈവശമുണ്ടല്ലോ. അയാൾക്ക് നമ്മളോട് അത്ര ചായവൊന്നുമില്ല. അതൊന്നും സാരമില്ല, പ്രതിഭ സംസാരിച്ചോളൂ. എങ്ങനെയും ആ വിൽപത്രം സംഘടിപ്പിക്കണം. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്വത്ത് നന്ദനയുടെ പേരിലേക്ക് മാറ്റണം. ഉള്ളതെല്ലാം അവൾക്ക് നേടിക്കൊടുക്കണമെന്നാണോ വലിയേട്ടൻ പറയുന്നത്? അല്ല രഘു, പ്രോപ്പർട്ടി ആ പെണ്ണിന്റെ പേരിലായാൽ അവളോട് സൗമ്യമായി നമുക്ക് ഇടപെടാം. എന്നിട്ട് ചിലതൊക്കെ നമുക്ക് തിരിച്ചെഴുതിപ്പിക്കാം, എന്റെയും നിന്റെയും പേരിലേക്ക്. അതൊരു ഐഡിയ ആണ്. നന്ദന അതിമോഹിയല്ല. അതേസമയം പ്രതാപേട്ടന്റെ കയ്യിലെങ്ങാനും പെട്ട മുഴുവൻ സ്വത്തും അയാൾ ഒറ്റയ്ക്ക് വിഴുങ്ങും. ഉപ്പ് നോക്കാൻ പോലും നമുക്കൊരു വക കിട്ടില്ല. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം വലിയേട്ടാ. പ്രതാപേട്ടന്റെ കയ്യിലുള്ള വിൽപത്രം വ്യാജമാണെന്ന് തെളിയിക്കണം. അതിനുള്ള പണി വേറെ കൊടുക്കുകയും വേണം. അത് ചെയ്യാം. ആദ്യം അമ്മ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിന്റെ കാര്യം ഓക്കെ ആക്കണം. യെസ്. ഒന്ന് നിന്നേ. എന്നെ കണ്ടിട്ട് ഓടണ്ട. ഞാൻ വന്നതേ നിന്നെ കാണാൻ വേണ്ടിട്ട് മാത്ര. മുഖവരെ കൂടാതെ തന്നെ ഞാൻ പറയാം. ഞാൻ സത്യസന്ധതയോടുകൂടി പറയാം. നീ സൽബുദ്ധിയോടെ കേൾക്കണം. വിദ്യയുടെ അമ്മ എന്നെ ഏൽപ്പിച്ച വിൽപത്രം അസാധുവാക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. നിന്റെ അമ്മാവന്മാർ അതിനായിട്ട് വക്കീലിനെ സന്ദർശിച്ചതായിട്ട് എനിക്ക് വിവരം കിട്ടി. എന്റെ നെറ്റ്വർക്ക് വളരെ വിപുലമാണെന്ന് ആ തടിയൻ വർമ്മമാർക്ക് അറിയില്ലല്ലോ. സുന്ദരിക്കോതയായ പ്രതിഭയ്ക്കും അറിയില്ല. നീയെങ്കിലും അറിയണം. അണിയറ നീക്കങ്ങൾ മിനിറ്റ് വെച്ച് പ്രതാപൻ അറിയും. വിൽപത്രം റദ്ദാക്കാനായി അവര് മൂവ് ചെയ്യുന്നത് നീ ഇടങ്കോലിട്ടത് കൊണ്ടാ. അതുറപ്പാ. എന്റെ ഭാര്യയുടെ പേരിൽ അവളുടെ അമ്മ എഴുതി വെച്ചിട്ട് പോയ വിൽപത്രമാ. അത് അതിന്റെ വഴിക്ക് നടന്നോട്ടേന്ന്. അത് മുത്തശ്ശി തയ്യാറാക്കിയതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കൃത്രിമമായി ഉണ്ടാക്കിയതാ. പിന്നെ അത് തന്നെ പറയണ്.
ആ വില്ല് വ്യാജമല്ല, ഒറിജിനല്ല. മറ്റുള്ളവർക്ക് കൂടി അങ്ങനെ തോന്നണ്ടേ? എനിക്ക് തോന്നുന്നുണ്ട്, അത് മതി. ദേ, അത്യാഗ്രഹം പാടില്ല. നിനക്ക് സേതുലക്ഷ്മിയുടെ വിഹിതം കിട്ടിയതല്ലേ? അമ്മയുടെ പേരിലുള്ള സ്വത്ത് വിദ്യക്കും കിട്ടട്ടെ. നിന്റെ അമ്മയല്ലേ? എതിര് നിൽക്കരുത്. ഇക്കാര്യത്തിൽ നന്ദനയോട് വേണമെങ്കിൽ ഞാൻ അപേക്ഷിക്കാം. സാമം, ദാനം, വേദം, ദണ്ണം എന്നാണല്ലോ. ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, വിദ്യക്ക് വേണ്ടിയിട്ടാ. നിന്നെ പറ്റ നിന്റെ അമ്മയ്ക്ക് വേണ്ടി. Yeah.